ഹലോ, സ്കിൽ ട്രെയിനിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ് നോക്കുന്നത്. ഇപ്പോൾ കൺഫ്യൂസിങ് ഫാക്ട്സ് ഞാൻ ഇന്ന് എടുത്തത് ബയോളജിയിൽ നിന്നാണ്. അപ്പോൾ നമുക്കിപ്പോൾ റീസെൻ്റായിട്ട് CPOയുടെ എക്സാം വരുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, CPOയുടെ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടിട്ടുണ്ട്. അപ്പം അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയതും നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പൊതുവേ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് CPOയുടെ 2024 2024 നടന്ന പരീക്ഷയാണ്. 127/2023 ഇതാണ് നിങ്ങളുടെ എക്സാം കോഡ് വന്നിരുന്നത് അന്ന്. ഓക്കെ, അപ്പോൾ 2024 CPOയുടെ ഇത് തൊട്ട് മുന്നേ നടന്ന എക്സാം ആണേ. ബയോളജിയിൽ നിന്ന് വളരെ നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നൊരു വർഷമായിരുന്നു 2024. മിക്കതും നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആകുന്ന കാര്യങ്ങളായിരുന്നു. അതിൽ നിന്ന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ച് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ കൺഫ്യൂസ്ഡ് ആകും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ബീജസങ്കലനം മനുഷ്യ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചാണ് നടക്കുന്നത്? ഓക്കെ, അപ്പോൾ ബീജസങ്കലനം മനുഷ്യ ശരീരത്തിൻ്റെ ഏതു ഭാഗത്തു വെച്ചാണ് നടക്കുന്നത്? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമ്മൾ അറിയണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഇത് ഏത് ഏരിയയിൽ വരുന്നതാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് വരുന്നതാണേ. റീപ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് വരുന്നതാണ് ഈ ബീജസങ്കലനം, അതിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിൻ്റെ താഴ്ഭാഗം, അണ്ഡവാഹിനിക്കുള്ളിൽ, ഗർഭപാത്രത്തിൻ്റെ മുകൾ ഭാഗം, അണ്ഡാശയം. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് മനസ്സിലാക്കണം? അപ്പോൾ ഇതൊക്കെ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നോക്കാം. ഇതാണ് ഒരു യൂട്രസ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണിത്? ഇതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പം ഇതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുമെന്ന് നിങ്ങൾ നോക്കണം. നമുക്കൊരു യൂട്രസ് ഉണ്ട്. ഓക്കെ, ഒരു യൂട്രസ് ഉണ്ട്. യൂട്രസ് എന്താണ്? നമ്മൾ തിരിച്ചു വെച്ച ഒരു ഇൻവേർട്ടഡ് ഫണൽ ഷേപ്പാണ് യൂട്രസിനെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഓവറി ഉണ്ട്. ഓവറിയാണ് നമ്മുടെ അണ്ഡാശയം എന്ന് പറയുന്നത്. ഈ യൂട്രസ് ആണ് നമ്മുടെ ഗർഭപാത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടുന്ന് ട്രാവൽ ചെയ്ത് നമ്മുടെ ഈ അണ്ഡാശയത്തിൽ നിന്നും അണ്ഡം എന്ത് ചെയ്യുന്നു? യൂട്രസിലോട്ട് എത്തുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ തൊട്ട് മുന്നേ ഓപ്ഷനകത്ത് നോക്കിയ അണ്ഡവാഹിനി എന്ന് പറയുന്നത്. അണ്ഡവാഹിനി കുഴൽ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്തുള്ള എല്ലാ പേരുകളും എവിടെ ഉണ്ട്? ഈ ഓപ്ഷനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് എവിടെയാണ് ഈ ബീജസങ്കലനം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ബീജം എന്താണ്? ബീജം എന്ന് പറയുന്നത് സ്പേം ആണ്. ഓക്കെ, അപ്പോൾ ഈ സ്പേം നമ്മുടെ എഗ്ഗിനെ, അണ്ഡത്തിനെ എവിടെ വന്ന് മീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായോ? സ്പേം എഗ്ഗിനെ എവിടെ വന്ന് മീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. അപ്പോൾ ഗർഭപാത്രത്തിൻ്റെ താഴ്ഭാഗമാണോ അണ്ഡാശയം? അണ്ഡാശയത്തിനകത്താണോ? ഗർഭപാത്രത്തിൻ്റെ മുകൾ ഭാഗത്താണോ? അണ്ഡവാഹിനി കുഴലിലാണോ എന്നുള്ളത് നമ്മൾ അറിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദേ എവിടെയാണ് വരുന്നത് നോക്കിക്കേ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ അണ്ഡാശയം. ഓക്കെ, ഓവറി. അപ്പം ഈ അണ്ഡാശയത്തിൽ നിന്ന് മെച്ചുറായ എഗ്ഗ്, ഓക്കെ, ആരാ പോകുന്നത്? ചുമ്മാ ഒരു എഗ്ഗല്ല, മെച്ചുറായ ഒരു എഗ്ഗ് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് പൊട്ടി വരുന്നു. ഓക്കെ, പുറത്തു വന്നു. ഈ പുറത്ത് വന്ന ആൾ എന്ത് ചെയ്യുന്നു? ഡേ 0 എന്ത് ചെയ്യുന്നു? സ്പേം ഫെർട്ടിലൈസസ് ദി എഗ്. കണ്ടോ? സ്പേം ഫെർട്ടിലൈസസ് ദി എഗ്. അപ്പോൾ ബീജം അണ്ഡത്തിനെ എവിടെ വെച്ച് കണ്ടു? ദേ നമ്മുടെ അണ്ഡവാഹിനി കുഴലിനകത്ത് വെച്ചാ കണ്ടത്. മനസ്സിലായോ? എവിടെ വെച്ചാ കണ്ടേ?
അണ്ടവാഹിനി കുഴലിനകത്ത് വെച്ചിട്ടാണ് കണ്ടത്. ഓക്കെ, അപ്പം നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ അണ്ടവാഹിനി കുഴൽ തന്നെയാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്ന്. ഈ അണ്ടവാഹിനി കുഴലിനകത്തൂടി ട്രാവൽ ചെയ്ത് പോകുന്ന വഴിക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഈ മീറ്റ് ചെയ്ത ഫെർട്ടിലൈസ് ചെയ്ത എഗ്ഗ്, ഓക്കെ, ഫെർട്ടിലൈസ് ചെയ്ത എഗ്ഗ് എന്ത് ചെയ്യുന്നു? ഈ പോകുന്ന വഴിക്ക് തന്നെ സ്പ്ലിറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? എഗ്ഗിനകത്ത് വെച്ചിട്ട് ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു? ഇത് എഗ് ന്യൂക്ലിയസും ഇത് സ്പേമിന്റെ ന്യൂക്ലിയസുമാണ്. കണ്ടോ? അപ്പൊ ഇതിനകത്ത് ഇപ്പൊ 2 ന്യൂക്ലിയസ് ഉള്ള ഒരു സെല്ലായിട്ട് മാറുന്നു. ഡേ 1 എന്ത് ചെയ്യുന്നു? ഇവരെ നമുക്കൊരു സൈഗോട്ട് എന്ന് വിളിക്കാം. സൈഗോട്ട് എന്ന് വിളിക്കാം. ഈ 2 ന്യൂക്ലിയസും കൂടി ഫ്യൂസ് ചെയ്ത് ഒരു സിംഗിൾ സെല്ലായിട്ട് മാറുന്നു. എന്തായിട്ട് മാറുന്നു? ഒരു സിംഗിൾ സെല്ലായിട്ട് മാറുന്നു. അത് ഡേ 1. ഇതും നടക്കുന്നത് എവിടെയാണ്? ഈ പറയുന്ന നമ്മുടെ അണ്ടവാഹിനി കുഴലിനകത്ത് തന്നെയാണ്. ഇനിയും ട്രാവൽ ചെയ്തു പോകുന്നു. ട്രാവൽ ചെയ്തു പോകുമ്പോഴത്തേക്കും നമ്മുടെ ഡേ 2 അത് 2nd സ്റ്റേജ് ആകുന്നു. ഡേ 3 അത് 8th സെൽ സ്റ്റേജ് ആകുന്നു. ഡേ 4 നമ്മൾ അവരെ മോറുല എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവരൊരു മൾബറി അല്ലെങ്കിൽ സ്ട്രോബെറി പോലെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഒരു മൾബറി പോലെ ഇരിക്കുന്നു. ഓക്കെ, അതാണ് മോറുല എന്ന് നമ്മൾ പറയുന്ന സ്റ്റേജ്. അത് കഴിഞ്ഞിട്ട് ഡേ 5 ഇതൊരു ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറുന്നു. കണ്ടോ? ഈ സെല്ലെല്ലാം കൂടി ഒരു സൈഡിൽ വന്ന് നിൽക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ നിൽക്കുന്നു. കണ്ടല്ലോ? ഇനി ഇവിടെ വന്ന് ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സോ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് എവിടെയാണ്? യൂട്രസിൻ്റെ മുകൾ ഭാഗത്താണ് നടക്കുന്നത്. കണ്ടോ? ഇവിടെ ആയിട്ടാണ്, യൂട്രസിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇംപ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ആരാണ്, ഏത് സ്റ്റേജിലാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്? ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേജിലാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യം എന്തായിരുന്നു എന്ന് നോക്കിക്കേ. നമ്മുടെ ചോദ്യം ബീജസങ്കലനം മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗത്ത് വെച്ചാണ് നടക്കുന്നത്? അതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, അണ്ഡവാഹിനി കുഴലിൽ. ഇനി ഇതേ ചോദ്യം തന്നെ കുറച്ചും കൂടി എന്തായിട്ട് ചോദിക്കാം? നമുക്ക് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം. അണ്ഡവാഹിനി കുഴലിൽ എവിടെയാണ് നടക്കുന്നതെന്നും ചോദിക്കാം. ഓക്കെ, കാരണം അതും ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ്സിൻ്റെയും +2ൻ്റെ ഒക്കെ ടെക്സ്റ്റിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഈ അണ്ഡവാഹിനി കുഴലിൽ എവിടെയാണ് എന്നുള്ളത്. ഓക്കെ, അതാണ് ആംപുലറി ഇസ്തമസ് ജംഗ്ഷൻ. ആംപുലറി ഇസ്തമസ് ജംഗ്ഷനിലാണ് എന്ത് നടക്കുന്നത്? ഈ അണ്ഡവാഹിനി കുഴലിലാണ് നമ്മുടെ ബീജസങ്കലനം നടക്കുന്നത്. അപ്പോൾ ബീജസങ്കലനം എവിടെ വെച്ചെന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ ഇത്രയും മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് അണ്ഡവാഹിനി കുഴലിലാണെന്ന് പറയാം. അല്ല, ഇത് എവിടെയാണ്, അണ്ഡവാഹിനി കുഴലിൽ എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? അത് ആംപുലറി ഇസ്തമസ് ജംഗ്ഷനിലാണെന്ന് പറയാം. അപ്പം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് പലയിടത്തും ഇതുപോലെയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ HSST ഒക്കെ നിങ്ങൾ ബയോളജിയുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ചോദിക്കില്ല എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല. അപ്പം നിങ്ങളിത് നോക്കണം. പിന്നെ ഗർഭപാത്രത്തിൻ്റെ താഴ്ഭാഗത്ത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ല, നമ്മളിപ്പോൾ കണ്ടല്ലേ, അവിടെ ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കുന്നില്ല. അണ്ഡാശയത്തിൽ നിന്ന് എന്താ സംഭവിക്കുന്നത്? അണ്ഡാശയം എന്ന് പറയുന്നത് ഏതാണ്? ഓവറിയാണ് നമ്മുടെ അണ്ഡാശയം. അപ്പോൾ അണ്ഡാശയത്തിൽ എന്തോ സംഭവിക്കുന്നത്? വേറൊന്നും സംഭവിക്കുന്നില്ല. മെച്യൂർ ആയിട്ടുള്ള അണ്ഡം എന്ത് ചെയ്യുന്നു? അവിടുന്ന് പുറത്തു വരുന്നു. ഓക്കെ, ഇനി ഗർഭപാത്രത്തിൻ്റെ മുകൾ ഭാഗത്ത് എന്താ സംഭവിക്കുന്നത്? ആരാ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്? ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് വന്ന് ഇംപ്ലാന്റ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലാസ്റ്റോസിസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇംപ്ലാന്റ് ചെയ്യുന്നു. മനസ്സിലായോ? ബ്ലാസ്റ്റോസിസ്റ്റ് ഇംപ്ലാന്റ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? അപ്പം ഉത്തരം എന്താണ്? അണ്ഡവാഹിനി കുഴലിനുള്ളിലാണ്. ഓക്കെ, അണ്ഡവാഹിനി കുഴലിനുള്ളിലാണ് നമ്മുടെ ബീജസങ്കലനം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതാണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? നിങ്ങൾക്ക് വജൈന ഉണ്ട്,
ദെൻ വജൈനയുടെ തൊട്ടു മുകളിലായിട്ട് ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ട്, ഒരു ഡോണറ്റ് ഷേപ്പ് ഓപ്പണിംഗ് ഉണ്ട്, അതാണ് സെർവിക്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് യൂട്രസ് ഉണ്ട്. യൂട്രസ് ഇസ് കണക്റ്റഡ് ടു ഫെലോപ്പിയൻ ട്യൂബ്. ഫെലോപ്പിയൻ ട്യൂബിനകത്ത് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്, കണ്ടോ, വിരലുകൾ പോലെയുള്ള പ്രൊജക്ഷൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഓവറിയെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഇതിനകത്താണ് ആരുള്ളത്? ഓവറിക്കകത്താണ് അണ്ഡമുള്ളത് അല്ലെങ്കിൽ എഗ് ഉള്ളത്, അണ്ഡാശയം. മനസ്സിലായോ? അപ്പം നമ്മൾ പാർട്സുകളെല്ലാം മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, ഇനി ബീജം കയറി വരുന്നത് ഇതുവഴിയാണ്. ബീജം കയറി വരുന്ന ബീജത്തിൻ്റെ എൻട്രൻസ് പോയിന്റ് ഏതാണ്? ബീജത്തിൻ്റെ എൻട്രൻസ് പോയിന്റ് എന്ന് പറയുന്നത് വജൈന വഴി സെർവിക്സിൽ കൂടിയതാ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. കാരണം ഈ വരുന്ന ബീജത്തിന് അറിയില്ല ഇത് ഏത് വഴിയാണ് ട്രാവൽ ചെയ്യുന്നതെന്ന്, ഏത് ഫലോപ്പിയൻ ട്യൂബിലാണ് അണ്ഡമുള്ളതെന്ന് അറിയില്ല. ഇനി വേറൊരു കാര്യം, ഈ അണ്ഡമുണ്ടല്ലോ, എഗ്ഗ് ഒരു തരം കെമിക്കൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സ്പേമിനെ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ മീറ്റ് ചെയ്യുന്നു, ഫെർട്ടിലൈസ് ചെയ്യുന്നു. ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇരിക്കുന്ന അണ്ഡമായിരിക്കും, ഇവിടെ എത്തുന്നു, ഫെർട്ടിലൈസ് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, എന്താണ് ഇരട്ടക്കുട്ടികൾ അല്ലേ? അപ്പോൾ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ട്വിൻസും ഉണ്ട്, നോൺ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ട്വിൻസും ഉണ്ട്. അപ്പോൾ ഒരു അണ്ഡം ഒരു ബീജവുമായിട്ട് ഒരു സെല്ല് ഫോം ചെയ്തിട്ട് ഇവർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, എന്നിട്ട് 2 സെല്ലുകളായിട്ട് മാറുന്നു. ഇവർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 2 സെല്ലുകളായിട്ട് മാറിയാൽ നമുക്ക് ഒരേപോലെയുള്ള ഇരട്ടക്കുട്ടികളെ കിട്ടും. അതാണ് ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ട്വിൻസ്, ഐഡൻറ്റിക്കൽ ട്വിൻസ്. ഇനി 2 അണ്ഡം വരുന്നു. ഈ 2 അണ്ഡവും 2 സ്പേമുമായിട്ട് എന്ത് ചെയ്യുന്നു? ഫെർട്ടിലൈസ് ആവുന്നു. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും? നോൺ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ട്വിൻസിനെ കിട്ടും. ട്രിപ്ലെറ്റ്സ് ആണെങ്കിലോ 3 ആയിരിക്കാം, ചിലപ്പോൾ ഇത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? എനിവേയ്സ്, നമ്മുടെ എന്താണ് ഇങ്ങനെയാണ് നമുക്ക് ട്വിൻസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായോ? ഇനി നമ്മുടെ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കോപ്പർ ടീ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഈ ഫിഗർ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് കോപ്പർ ടീ ആണ്. അപ്പോൾ കോപ്പർ ടീ നമ്മൾ ഈ വജൈന വഴി ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇംപ്ലാന്റ് ചെയ്ത് വെക്കും. ഓക്കെ, ഇങ്ങനെ ഇംപ്ലാന്റ് ചെയ്ത് വെക്കും. ഇത് ആക്ച്വലി ഇങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി തടുത്ത് വെക്കുന്നതല്ല. ഈ കോപ്പർ 2+ അയോൺസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ കോപ്പർ അയോൺസ് എന്ത് ചെയ്യുന്നു? നിങ്ങളിത് മനസ്സിലാക്കി വെക്കണം. കോപ്പർ അയോൺസ് എന്ത് ചെയ്യുന്നു? കോപ്പർ അയോൺസ് ഇതിൽ നിന്ന് പുറപ്പെടുവിച്ച് വരുമ്പോഴേക്കും ഇവിടെ നിന്ന് വരുന്ന സ്പേമിൻ്റെ മോട്ടിലിറ്റി അതിൻ്റെ വേഗത കുറയ്ക്കുന്നു. ഓക്കെ, അതിൻ്റെ പോക്കിൻ്റെ വേഗത കുറച്ചിട്ട് അതിനെ കൊന്നു കളയുന്നു. അതാണ് ആക്ച്വലി ഈ പറയുന്ന കോപ്പർ ടീ എന്ന് പറയുന്ന കോൺട്രാസെപ്റ്റീവ് പ്രത്യേകത. അത് വജൈനയിൽ നമ്മൾ വജൈന വഴി നമ്മൾ യൂട്രസിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന കോപ്പർ ടീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. സോ ടിൽ ദെൻ ബൈ.